അങ്ങനെ ബ്രസീൽ 2026 ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഓരോ ബ്രസീൽ ആരാധകനെ സംബന്ധിച്ചിട്ട് അവര് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചില പേരുകളുണ്ട്. അതിലൊന്നാമത്തെ പേര് നെയ്മർ തന്നെയാണ്. നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു പേര് എന്ന് പറയുന്നത് തിയാഗോ സിൽവയാണ്. നമുക്കറിയാം മിലിറ്റാവോ ഇപ്പോ പരിക്കിന്റെ പിടിയിലായിട്ട് സ്ക്വാഡിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് കളിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ പുറത്താണുള്ളത്. അപ്പൊ ആ പൊസിഷനിലേക്ക് മറ്റാര് എന്നുള്ളതാണ്. സോ തിയാഗോ സിൽവേനെ സംബന്ധിച്ചിട്ട് ഇപ്പോ ആള് പെർഫോം ചെയ്യുന്നുണ്ട്, ആള് ലൈവിലുണ്ട്. ആളുണ്ടെങ്കിൽ ബ്രസീൽ സ്ക്വാഡിന് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രചോദനത്തെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബ്രസീലിനെ പറ്റിയിട്ട്. അതായത് ഡാനി ആൽവസ്, തിയാഗോ സിൽവ, മാർസലോ, ഈ ഒരു ഗ്യാങ്ങിനുള്ള റീപ്ലേസ്മെന്റ് ഇതുവരെ ബ്രസീലിന്റെ ടീമിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ബ്രസീൽ ടീമിൽ പലപ്പോഴും ബാക്ക് ലൈനിൽ കണ്ടിട്ടുമുണ്ട്. സോ തിയാഗോ എന്തായാലും ഡാനി ആൽവസും മാർസലോയും തിരികെ ഇനി വരില്ല. നമുക്കിനി വരാനുള്ളത് തിയാഗോ സിൽവ മാത്രമാണ്. അപ്പോൾ ആളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് വളരെ ബെറ്റർ ആയേനെ. ഇപ്പം നെയ്മർ അല്ലെങ്കിൽ കാസിമിറോ അല്ലെങ്കിൽ മാർക്കീഞ്ഞോസ്, ഇത്രയും പേരെ നമ്മൾ ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കുട്ടികളാണുള്ളത്, ചെറിയ പിള്ളേരാണ് ബ്രസീൽ ടീമിലുള്ളത്. സോ ഇവരെയൊക്കെ ലീഡ് ചെയ്യാൻ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ഇന്ന് ബ്രസീലിന് ആവശ്യമാണ്. അപ്പൊ ഞാൻ നെയ്മറേക്കാളും ഇമ്പോർട്ടൻസ് തിയാഗോ സിൽവയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആളെ പോലെ ഒരു ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് കളിച്ച് പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആ തിയാഗോ സിൽവേനെയാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ആള് സ്ക്വാഡിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ കാർലോയുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പുള്ളിയുടെ വിഷനോ ഒന്നും നമുക്ക് അറിയില്ല. സോ ഈവൻ നെയ്മർ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ നെയ്മർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ക്യാമ്പയിനിങ്ങുകളൊക്കെ പല രീതിയിലും പല വഴിക്കൂടെ നടക്കുന്നുണ്ട്. ബ്രസീലിന്റെ പല ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പോലും വന്നിട്ട് നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പിന് പോകണ്ട എന്ന് വരെ പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നെയ്മറുടെ പെർഫോമൻസ് കാണാനായിട്ട് ഞാൻ ഇന്ന് സാന്റോസിന്റെ കളി കാണാനിരുന്നു. പക്ഷെ നെയ്മർക്ക് പെർഫോം ചെയ്യാനൊന്നും പറ്റിയില്ല. സോ അത് നെയ്മറിന്റെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. കാരണം സാന്റോസിന്റെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നെയ്മർ സാന്റോസിലോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിലോ കളിക്കുന്ന പോലെ അല്ല ആ മഞ്ഞക്കുപ്പായത്തിലേക്ക് കയറുമ്പോൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു പരിഗണന നെയ്മർക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കാർലോയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. താങ്ക് യു.